എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു ദിവസം എൻ്റെ ഫോണിൽ ഒരു കോള് വന്നു. ഉസ്താദേ, ഞാൻ ഖത്തറിലായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു, എല്ലാം പോയി. എൻ്റെ മകൾ ഇന്ന് രാവിലെ സ്കൂളിൽ പോയപ്പോൾ കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഒരു ഏത്തയ്ക്ക മേടിച്ചു, ഒരു പഴം മേടിച്ചു കൊടുത്തു. ഇന്ന് ഫീസ് അടച്ചില്ലെങ്കിൽ എൻ്റെ മകളെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. ഇയാളങ്ങോട്ട് കരയാൻ തുടങ്ങി. ഇയാളുടെ കരച്ചിലും സങ്കടം എല്ലാം കേട്ടപ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നി. ഞാൻ അദ്ദേഹത്തോട് വെച്ച് നിങ്ങളുടെ നമ്പർ തരാൻ. അദ്ദേഹം എനിക്ക് ഗൂഗിൾ പേ നമ്പർ ഇട്ട് തന്നു. ഞാൻ അദ്ദേഹത്തിന് ഒരു ഹദിയ കൊടുത്തു, ഒരു പൈസ ഞാൻ ഇട്ട് കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസം വീണ്ടും കോള് വരുന്നു. ഉസ്താദേ, എൻ്റെ മകള് ഹോസ്പിറ്റലിലാണ്. നിങ്ങൾ ഇന്നലെ പൈസ തന്നപ്പോ സന്തോഷം കാരണം ഞാൻ എൻ്റെ മകളെ വൈകുന്നേരം വിളിച്ചുകൊണ്ട് പോയിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. എൻ്റെ പൊന്നുമോൾ ഇത് കഴിച്ചിട്ട് വയറുവേദനയും ഛർദ്ദലും ലൂസ് മോഷനുമായിട്ട് ഇപ്പൊ ആശുപത്രിയില്ല, ബില്ലടയ്ക്കാൻ പൈസയില്ല. അദ്ദേഹം വീണ്ടും കരയാൻ തുടങ്ങി. ഞാൻ ചിന്തിച്ചു, പടച്ചവനെ, ചിലപ്പോൾ ശരിയായിരിക്കാം. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദ്, എൻ്റെ മകള് ഹോസ്പിറ്റലിലാ, ബില്ലടയ്ക്കാൻ പൈസയില്ല, തരണം. ഉടനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞില്ല, ചങ്ങായി ഇത്തിരി പൈസ ഇട്ട് കൊടുക്ക്. അവൻ അപ്പോഴെ എന്നോട് ചോദിക്കുന്നുണ്ട്, ഉസ്താദെ ഇട്ട് കൊടുക്കണോ? ഞാൻ പറഞ്ഞു ഇട്ട് കൊടുക്കാൻ. അവനും 5000 ഇട്ട് കൊടുത്തു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ എൻ്റെ ഫോൺ കിടന്ന് അടിക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോവാം. ഞാൻ വെള്ളിയാഴ്ച രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ നിരന്തരമായി ഫോൺ അടിക്കുന്നു. ഞാൻ ഫോൺ എടുത്തപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ, എൻ്റെ മകള് മരിച്ചുപോയി ഉസ്താദെ. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയുന്നത്, എൻ്റെ മകള് മരിച്ചുപോയി, ഇനിയിപ്പോ മയ്യത്ത് കൊണ്ടുപോകണം, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ചെലവുണ്ട്, വല്ലതും വേണം ഉസ്താദെ. ഇത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ ഉടനെ ചോദിച്ചു, നിങ്ങളുടെ അഡ്രസ് എന്താ? നിങ്ങളുടെ വീട് എവിടാ? നിങ്ങളുടെ അഡ്രസ് ഒന്ന് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, SKSSFന്റെ ഒക്കെ ചെറുപ്പക്കാരുണ്ടല്ലോ, സഹചാരിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ മയ്യത്ത് പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അഡ്രസ് എവിടാന്ന് ചോദിച്ചപ്പോൾ ആളുടെ സ്വഭാവം മാറി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കള്ളത്തരമായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? അദ്ദേഹം എല്ലാം പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ മകള് മരിച്ചുപോയി എന്ന് പറഞ്ഞ ആ ഒരു കള്ളം, അതാ ഞാൻ പറഞ്ഞത്. ഇന്ന് പടച്ചവനെ ചിലര് ഇതിനെ MBBS എടുത്തവരാ പിരിവിന് വേണ്ടി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഒന്നാമത്തെ സ്വഭാവം എന്താ? ഈ സ്വഭാവം ഈ സദസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവന് രക്ഷപ്പെടുകയാണ്. അവനാ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒന്നാമത്തെ ഗുണം അല്ലാഹു പറയുകയാ, ഓരോരുത്തരും മനസാക്ഷിയോട് ചോദിക്ക്, ഓരോ മനുഷ്യനും സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്, ഈ പറയുന്ന സ്വഭാവമാർക്കാവുള്ളത്, ഈ പറയുന്ന സ്വഭാവ ഗുണമാർക്കാവുള്ളത്? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാന്, എനിക്ക് ചെയ്യണം തമ്പുരാന്. ആ പറയുന്നത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഒരു നിസ്കാരമാകട്ടെ, ഒരു ദിക്റാകട്ടെ, ഒരു സലാത്താകട്ടെ, ഒരായത്താകട്ടെ, പറയുന്നത് ഒരു നല്ല കാര്യമാണോ? അത് ചെയ്യാതെ ഉറക്കം വരൂല, അത് ചെയ്യാതെ സമാധാനം വരൂല, അത് ചെയ്യാൻ പടച്ചവനെ വല്ലാതെ മനസ്സിങ്ങനെ വിമ്പൽ കൊള്ളുകയാണ്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാതെ ആ മനുഷ്യന് സമാധാനം കിട്ടൂല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആ സ്വർഗ്ഗത്തിൽ പോകുന്നവരുടെ സ്വഭാവ ഗുണമാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം ഈ കാണുന്ന മജ്‌ലിസിന്റെ മഹത്വം എന്താണ്? ഈ സദസ്സിന്റെ മഹത്വം എന്താണ്? ഇത് ദുനിയാവിലെ സ്വർഗമാണ്, അറിയാത്ത ഒരു മനുഷ്യനുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ദുനിയാവിൽ 2 സ്വർഗമുണ്ട്. ആ 2 സ്വർഗത്തിൽ ഒരു സ്വർഗം അങ്ങ് മദീനയിലാണ്. മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ ദിയാലിൽ ജന്ന.
ഷരീഫിന്റെയും ആ മിമ്പറിന്റെ ഇടയിൽ ആ അടയാളപ്പെടുത്തിയ സ്ഥലമുണ്ടല്ലോ, അത് ദുനിയാവിലെ സ്വർഗമാണ്. അല്ലാഹുവേ, അവിടെ ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. രണ്ടാമതൊരു സ്ഥലമുണ്ട്, അത് ഇൽമു പറയുന്ന മജ്ലിസാണ്. ആ മജ്ലിസിന്റെ മഹത്വം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. സഹോദര, ആ സൈഡിൽ ഇരിക്കുന്നവരോട് ഒന്നിപ്പുറത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞത് എന്തിന്റെ പേരിലാണിത്? ദുനിയാവിലെ സ്വർഗമാണല്ലോ. മുൻപന്തിയിലിരിക്കണമെന്നാണ്, ഏത് കാര്യത്തിലും മുന്നിലേക്കാകണമെന്നാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, പടച്ചവനെ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണ്. ഏതോ ഒരു നല്ല കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഈ സദസ്സിൽ പറയുകയാ, പടച്ചവനെ വീൽചെയർ കൊടുക്കുന്നത് കണ്ടില്ലേ? ഓഡിറ്റോറിയത്തിന്റെ മുൻഭാഗത്ത് കട്ടിലിട്ടിരിക്കുകയാണ്. എല്ലാ പാപങ്ങൾക്ക് വേണ്ടിയാണ്, രോഗികൾക്ക് വേണ്ടിയാണ്, ആരാരുമില്ലാത്തവർക്ക് വേണ്ടിയാണ്. 6 വർഷക്കാലമായി ഈ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം കാരുണ്യ പ്രവർത്തനമാണ്. പടച്ചവനെ നിങ്ങളോട് ചോദിക്കുകയാണ്, ആരെങ്കിലും ഒരാളെ എഴുന്നേറ്റ് സദക്ക പറയാൻ, ആരെങ്കിലും എഴുന്നേറ്റൊരു സദക്ക പറയൂ. പടച്ചവനെ തിരിഞ്ഞു നോക്കുകയാണ്. ആരാ പറയുന്നത്? ഈ ഇരിക്കുന്നതിൽ ആരാണ് പറയുന്നതെന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ഈ തിരിഞ്ഞു നോക്കുന്നവന്റെ കയ്യിൽ എത്ര സമ്പാദ്യമുണ്ടെന്ന് അവന് പോലും അറിയില്ല. പടച്ചവനെ, പണമുള്ളവനും തിരിഞ്ഞു നോക്കുകയാണ്. എന്നാ ഞാൻ ചെയ്യാൻ പടച്ചവനെ, അല്ലാഹു എനിക്ക് സമ്പത്ത് തന്നിട്ടുണ്ടല്ലോ, പടച്ചവനെ ഞാൻ പറയാമെന്ന് പറയുന്ന മനസ്സ് നമ്മളിൽ പലർക്കും ഉണ്ടാവുകയില്ല. എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് ഈ സദസ്സിലിരിക്കുന്ന, ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്തിരിക്കുന്ന പെണ്ണുങ്ങളുടെ ശരീരത്തിൽ സ്വർണ്ണമിടാത്ത ഒരാൾ പോലുമില്ല. പടച്ചവനെ, 5 ലക്ഷത്തിന്റെ സ്വർണം, 10 ലക്ഷത്തിന്റെ സ്വർണം ഇപ്പൊ തന്നെ ഇവരുടെ ശരീരത്ത് കാണാം. ഒരു പാവപ്പെട്ടവന് വീട് വെക്കാനാണ്, ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടിയാണ്, ഒരു യതീമായ മകളുടെ വിവാഹത്തിന് വേണ്ടിയാണ്, 1 ഗ്രാം ആരെങ്കിലും ഒന്നൂരിത്താ. പടച്ചവനെ, തലകുനിച്ചിരിക്കുകയാണ്. മനസ്സു വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ മനസ്സു വരുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ അവര് മത്സരിക്കുകയാണ്. അവര് ചെയ്യാൻ താമസിപ്പിക്കൂല, അവര് കാരണങ്ങൾ പറയൂല. അവിടെ പോകുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരടിമയെ ഞാൻ പരിചയപ്പെടുത്താം. ആരാണ് ആ അടിമയെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്ന മാസമാണല്ലോ, ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ അനുസ്മരിക്കുന്ന മാസമാണല്ലോ. പടച്ചവനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നബി തങ്ങൾ പറയുകയാണ്, യഹ്തതല ഇബ്രാഹിം അലൈഹിസ്സലാം വഹുവ ഇബ്നു 80 സന. ഇബ്രാഹിം നബിക്ക് 80 വയസ്സായി. ഒരു നല്ല കാര്യം പറഞ്ഞാൽ അത് ചെറുതോ വലുതോ എന്നല്ല, ആദ്യം എനിക്ക് ചെയ്യണോ അല്ലാതെ. പടച്ചോനെ, എനിക്ക് ആ നന്മ ചെയ്യണം. ചെയ്യാതെ ഒരു സമാധാനം കിട്ടൂല. ഒരു നന്മ പഠിച്ചു കഴിഞ്ഞാൽ, ഒരു നന്മ കേട്ട് കഴിഞ്ഞാൽ അത് ചെയ്യണമെന്ന് പറയുന്ന ഒരു മനസ്സ് ആർക്കാണോ ഉള്ളത്, അവൻ നാളെ ഫിർദൗസിന്റെ അവകാശിയാ. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. നമ്മളോടൊരു കാര്യം, ഒരു സദക്ക പറ, ഉടനെ തിരിഞ്ഞു നോക്കും, ആരാ അല്ലാഹു പറയുന്നത്? എന്നാ ഞാൻ പറയാന്നല്ല. പടച്ചോനെ, നിന്റെ കയ്യിൽ 500 രൂപയുള്ള, എഴുന്നേറ്റ് ഉസ്താദ് 500 ഞാൻ തരാം എന്നല്ല, നീ തിരിഞ്ഞു നോക്കും പറയുന്നവനെ. ഈ സഹോദരിമാരോട് ആരോടെങ്കിലും ഒരു പാവപ്പെട്ട ഒരു യതീമായ മകളുടെ വിവാഹമാ, നീ 1 പവനൊന്നും തരണ്ട, 1 ഗ്രാമത 10 പവൻ സ്വർണ്ണത്തിലിട്ടിരിക്കുന്ന താത്തായി ഇങ്ങനെ കുനിഞ്ഞിരിക്കും. പടച്ചോനെ, എന്താ വില? ഇതാ ഇവിടെ ഒരു നല്ല കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ ഒരു മനസ്സുണ്ടാകണം, ഒരു ധൃതി ഉണ്ടാകണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രായം 80 വയസ്സ്. അല്ലാഹു ഈ സദസ്സിലിരിക്കുന്ന നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. 80 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ഒന്ന് കൈപൊക്കടോ, കാണാനുള്ള കൊതിയുണ്ടാ. 80 വയസ്സുകാരെങ്കിലും ഉണ്ടോ? സ്റ്റേജിലില്ലേ? 80 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടാ?
65 ആയതേ ഉള്ളൂ. അതൊക്കെ ഇവിടെ കിടക്കുന്നപ്പോ 80 വയസ്സുള്ള ഒരാള് പോലും ഒരു ഉമ്മ പോലും കാണൂല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രായം 80 വയസ്സ്. ആ 80 വയസ്സുള്ള നബിയോട് അള്ളാഹുവിന്റെ കൽപ്പന വന്നു സുന്നത്ത് കല്യാണം നടത്താൻ. 8 വയസ്സുള്ള ഇബ്രാഹിമിനോടല്ല, 80 വയസ്സ് പ്രായമുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന വരുന്ന സുന്നത്ത് കല്യാണം നടത്താൻ. ലോകത്ത് ആദ്യമായിട്ടാണ് സുന്നത്ത് കല്യാണം നടക്കാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ ഇബ്രാഹിം നബി എന്തു ചെയ്തു? വഹുവ ബിൽ ഖദൂം, തന്റെ കയ്യിൽ ഒരു കോടാലിയുണ്ട്, ഒരു മഴുവ്, ഒരു ചെറിയ മഴുവ്, വിറക് വെട്ടുന്ന ഒരു ചെറിയ മഴുവ് തന്റെ കയ്യിലിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കയ്യിലിരുന്ന ആ മഴുവ് കൊണ്ട് സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. ഇബ്രാഹിം നബിയുടെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. ജിബ്രീൽ ചോദിക്കുന്നു, യാ ഖലീലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ധൃതി കാണിച്ചത് എന്തിനാ നബിയെ? ധൃതി കാണിച്ചത് സമാധാനത്തോടെ മതിയായിരുന്നല്ലോ, സമാധാനത്തോടെ ചെയ്താ മതിയായിരുന്നല്ലോ. എന്തിനാ ഇത്ര ധൃതി കാണിച്ചത്? 80 വയസ്സുള്ള ഇബ്രാഹിം നബിയുടെ മറുപടി എന്തെന്നറിയുമോ? ജിബ്രീലേ, അല്ലാഹു ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ, അല്ലാഹു ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാ പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നത്? അല്ലാഹു ചെയ്യാൻ പറഞ്ഞാ ചെയ്യണമല്ലോ. അല്ലാഹു ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാ പിന്നെ താമസിപ്പിക്കുന്നത് എന്തിനാണ്? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ചെയ്തത്. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞാൽ പിന്നെ അവര് താമസിപ്പിക്കൂല, അവര് പിന്നത്തേക്ക് മാറ്റിവെക്കൂല. പടച്ചവനെ ചെയ്യാതെ സമാധാനം കിട്ടൂല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മക്കളെ, ഒരു നല്ല കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നിസ്കരിക്കുന്നവൻ ഇന്നതാണ് പ്രതിഫലം, ഖുർആൻ ഓതുന്നവൻ ഇന്നതാണ് പ്രതിഫലം, സദഖ കൊടുക്കുന്നവന് ഇന്നതാണ് പ്രതിഫലം, പാപങ്ങളെ സഹായിക്കുന്നവൻ ഇന്നതാണ് പ്രതിഫലം, യതീമിനെ ചേർത്ത് പിടിക്കുന്നവന്റെ പ്രതിഫലം ഇതാണ്. പ്രതിഫലം കേട്ടാ പിന്നെ സമാധാനമുണ്ടാകരുത്, പ്രതിഫലം കേട്ടാ പിന്നെ താമസിപ്പിക്കരുത്. ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന സ്വഹാബാ, ഇന്നാര് ഷഹീദാകുന്നുണ്ടോ, ഉഹദിന്റെ രണാങ്കണത്തിൽ ആര് ഷഹീദാകുന്നുണ്ടോ അവർക്ക് സ്വർഗ്ഗമുണ്ട് സഹാബ, അവർക്ക് സ്വർഗ്ഗമുണ്ട് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, സഹാബത്തിൽ പടച്ചവനെ, അതാ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാർ, 14 17 വയസ്സേ ഉള്ളടാ ചെറുപ്പക്കാരാ, 17 വയസ്സ് മാത്രം പ്രായമുള്ള പടച്ചവനെ, അതാ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇത് കേൾക്കുകയാണ്. ഇന്നിവിടെ ഷഹീദാകുന്നവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ പടച്ചവനെ തുള്ളിച്ചാടുകയാ, തുള്ളിച്ചാടുകയാ. എന്തേ നീ ഇങ്ങനെ തുള്ളിച്ചാടുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കേട്ടോ, രണാങ്കണത്തിന് ഷഹീദാകുന്നവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് മുത്തുനബി പറഞ്ഞിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, നബിയേ, ഈ രണാങ്കണത്തിലെ ഷഹീദാകുന്നവർക്ക് സ്വർഗ്ഗമുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നിനക്കെന്തേ സംശയമെന്ത്? നിനക്കെന്തേ സംശയമെന്ത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലാ ഉമൈറേ, സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഉമൈർ,
ഉമൈർ ഇത് കേൾക്കേണ്ട താമസം അവിടെ നോടുകയാണ്. കയ്യിലൊരു കാരക്കയിലേക്കുകയാണ്, ഒരു ഈത്തപ്പഴം തന്റെ കയ്യിലിരിക്കുകയാണ്. അത് താഴെ വെക്കുകയാണ്. ആ കടിക്കാനെടുത്ത ഈത്തപ്പഴം താഴെ വെക്കുകയാണ്. ആരോ പറയുന്നു, ഉമൈറേ കടിച്ചിട്ട് പോകടാ, ഉമൈറേ കടിക്കാനെടുത്തതല്ലേ, ആ ഈത്തപ്പഴം കടിക്കാനെടുത്തതല്ലേ, കടിച്ചിട്ട് പോകടാ ഉമൈർ. ഉമൈറിന്റെ മറുപടി എന്തെന്നറിയോ? ഉമൈർ ഇബ്നു ഹമ്മാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, ഈ കാരക്ക കഴിക്കുന്ന സമയം പോലും എനിക്കിനി ദുനിയാവിൽ ജീവിക്കണ്ട, ആ സമയം പോലും ഇനി എനിക്കിവിടെ വേണ്ട, എനിക്ക് വേണ്ടത് സ്വർഗമാണ്. അർജു അന്നകൂന മിൻ അഹ്ലിഹാ. മുത്തുനബി പറഞ്ഞത് കേട്ടില്ലേ? സ്വർഗമാണ് വേണ്ടത്. അതാ പടച്ചവനെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയി ആ ചെറുപ്പക്കാരൻ ഷഹീദാവുകയാണ്. ഇതാണടാ മക്കളെ ഒരു നന്മ പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് ഒരു പ്രതിഫലം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പടച്ചവനെ ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടത്. മത്സരിക്കണമടോ, മത്സരിക്കണം നമ്മള്. പടച്ചവനെ രാഷ്ട്രീയ മത്സരമല്ല, പള്ളി പരിപാലനത്തിന്റെ മത്സരമല്ല, പടച്ചവനെ സംഘടനകളുടെ ഇലക്ഷനുകളിലല്ല. മത്സരിക്കേണ്ടത് നല്ല കാര്യത്തിന് വേണ്ടിയാണ്, നന്മയ്ക്ക് വേണ്ടി മത്സരിക്കണം. ഒരാളെ പരാജയപ്പെടുത്തണം, നന്മ ചെയ്ത് പരാജയപ്പെടുത്താൻ. ഏതുപോലെ എന്നറിയുമോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് അവിടെ പറഞ്ഞു, സ്വഹാബാ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ, ഉള്ളതെടുത്തു കൊണ്ടുവാ സഹാബാ, കയ്യിൽ എന്താണോ ഉള്ളതെടുത്തു കൊണ്ടുവാ സഹാബാ. എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്, നാനാഭാഗങ്ങളിലേക്ക് സ്വഹാബത്ത് വീടുകളിലേക്ക് കടന്നു പോവുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. മനസ്സിൽ ഒരേ ഒരു ചിന്ത, ഉമറിനെ പടച്ചവനെ അബൂബക്കറിനെ പരാജയപ്പെടുത്തണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിനല്ല, അള്ളാന്റെ പള്ളിയുടെ പരിപാലനത്തിന്റെ തെരഞ്ഞെടുപ്പിനല്ല, സംഘടനകളുടെ തെരഞ്ഞെടുപ്പിനല്ല. ഉമറിന് ഒരേ ഒരാഗ്രഹം, അബൂബക്കറിനെ തോൽപ്പിക്കണം, അബൂബക്കറിനെ കാലം മുമ്പിലാകണം. എന്തുകൊണ്ടാണെന്നറിയോ? ഏത് നല്ല കാര്യം നോക്കിയാലും അബൂബക്കറിന് ഒന്നാമനാ. പടച്ചവനെ മദീനത്ത് പോകുമ്പോ ഒരു വാതില് തന്നെ കാണാമല്ലോ, അബൂബക്കർ തങ്ങളുടെ പേരിൽ ഒരു വാതില് തന്നെ കാണാം. അബൂബക്കർ എന്നും ഒന്നാമനാണ്, ഏത് നന്മയുടെ വിഷയത്തിലും ഒന്നാമനാണ്. ഒരിക്കൽ നബി തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞു, അവിടെന്ന് ചോദിച്ചു, സഹാബാ മൻ അസ്ബഗ മിൻകുമുൽ യൗമ സായിമാ, ഇന്ന് നോമ്പ് പിടിച്ച ആരാവുള്ളത്? തന്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിനോട് ചോദിക്കുകയാ. ഏത് കാര്യത്തിനും അബൂബക്കർ ഒന്നാമനാ. ഒരിക്കലെങ്കിലും ഈ ചങ്ങാതി ഒന്ന് തോപ്പിക്കണം. ഒരിക്കൽ നബി തങ്ങൾ ചോദിച്ചു, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ ചാടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് നോമ്പാ നബിയെ. നബി തങ്ങൾ രണ്ടാമത് ചോദിച്ചു, ഇന്ന് സദക്ക കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും അബൂബക്കർ പറഞ്ഞു, ഞാനുണ്ട് നബിയെ. ഇന്ന് രോഗസന്ദർശനം നടത്തിയ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും അബൂബക്കർ പറയുന്നു, ഞാനുണ്ട് നബിയെ. ഇന്ന് ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും അബൂബക്കർ പറയുന്നു, ഞാനുണ്ട് നബിയെ. ഈ ചങ്ങാതി ഏത് കാര്യത്തിനും ഒന്നാമനാ. അതുകൊണ്ട് ഉമറിനൊരു വാശി, ഒരിക്കലെങ്കിലും ഒന്ന് തോപ്പിക്കണം. നേരെ വീട്ടിൽ ചെന്നു, തന്റെ സമ്പാദ്യം മുഴുവനും എടുത്ത് 2 വിഹിതമായി മാറ്റിവെച്ചു. തന്റെ സമ്പാദ്യം മുഴുവൻ എടുത്തു. 100 രൂപയുണ്ടെങ്കിൽ 50 രൂപ 2ആക്കി മാറ്റിവെച്ചു. ആ സമ്പാദ്യത്തിന്റെ പകുതി എടുത്തു. എന്തായാലും അബൂബക്കർ എന്നെ പോലെ കൊണ്ടുവന്ന് കൊടുക്കൂല. തന്റെ സമ്പാദ്യത്തിന്റെ പകുതി എടുത്തുകൊണ്ടില്ല ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് തന്റെ സമ്പാദ്യത്തിന്റെ പകുതി കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ ദീനിന് കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, എന്റെ സമ്പത്തിന്റെ പകുതി അള്ളാന്റെ ദീനിന് വേണ്ടി തന്നിരിക്കുന്നു. നബി തങ്ങൾക്ക് ചിരിക്കാൻ തുടങ്ങി. നബി തങ്ങൾക്ക് സന്തോഷമായി. അബൂ ഉമർ തങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ദുആ. അങ്ങനെ ഉമർ തങ്ങൾക്ക് പ്രത്യേകമായി ദുആ ചെയ്തു. ഓരോ സ്വഹാബത്തും കൊണ്ടുവന്ന് അവരവരുടെ കയ്യിലുള്ളത് കൊടുക്കുന്നുണ്ട്. ഉമർ തങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. എവിടെ അബൂബക്കർ? എവിടെ?
അബൂബക്കർ എവിടെ? എല്ലാരും വന്ന് അബൂബക്കറിനെ കാണുന്നില്ല. ഉമർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതാ വരുന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു വരുന്നു. ഉമർ തങ്ങൾ നോക്കുമ്പോൾ ഒരു ചെറിയ പൊതിയെ തന്റെ കയ്യിലുള്ളൂ. ഒരു ചെറിയ പൊതി തന്റെ കയ്യിൽ കാണുന്നു. ഉമറിന് സന്തോഷമായി. എന്നെ പോലെ വലുപ്പമൊന്നുമില്ല, അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം ഞാൻ രക്ഷപ്പെടും, ഞാനേ വിജയിക്കത്തുള്ളൂ. നേരെ നബി തങ്ങളുടെ അടുത്തു പോയി നിന്ന് എന്താ പറയണെന്ന് കേൾക്കാൻ. അബൂബക്കർ തങ്ങൾ തന്റെ കയ്യിലുള്ള ചെറിയ പൊതി കൊണ്ടുവന്ന് നബി തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ ഇതേ ഉള്ളോ? ഇനി വീട്ടിൽ എന്താ ബാക്കി വെച്ചിട്ടുള്ളത്? ഇനി എന്തുണ്ട് അബൂബക്കറെ നിന്റെ കയ്യില്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നബി തങ്ങളോട് പറഞ്ഞ മറുപടി, അല്ലാഹും അവന്റെ പ്രവാചകനും അല്ലാതെ ഇനി ഒന്നും വീട്ടിലില്ല. എന്റെ കയ്യിലുള്ളതും മുഴുവനും ഞാൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി തന്നിരിക്കുന്നു. അവിടെയും ഉമർ പരാജയപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മയുടെ വിഷയത്തിൽ, നല്ല കാര്യങ്ങളുടെ വിഷയത്തിൽ മത്സരിക്കണം. അവൻ കൊടുത്തതിനേക്കാൾ 1 രൂപയെങ്കിലും ഞാൻ കൂടുതൽ കൊടുക്കണം. ഒരു പാവപ്പെട്ടവനെ സഹായിക്കണം, ഒരു രോഗിയെ സഹായിക്കണം. പള്ളിക്ക് ചോദിച്ചാ പള്ളിക്ക്, മദ്രസകൾക്ക് ചോദിച്ചാ മദ്രസകൾ, യതീംഖാനകൾ ആർക്ക് ചോദിക്കുന്നു അൽഹംദുലില്ലാഹ്, വാശിയോടുകൂടി നന്മയ്ക്ക് വേണ്ടി നീ മത്സരിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബത്തിന്റെ സ്വഭാവ ഗുണം അതായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരാതികൾ മാത്രമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്കയുടെ കാര്യം പറയുമ്പോൾ, നന്മയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് വല്ലാത്ത പരാതിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മത്സരിക്ക്. ഒരു ആഡിറ്റോറിയത്തിന്റെ അകത്ത്, സാധാരണ ആഡിറ്റോറിയത്തിന്റെ അകത്ത് കല്യാണവാ. സത്യം പറഞ്ഞ ആഡിറ്റോറിയത്തിനകത്തിരുന്ന് വയലു പറയാൻ തന്നെ പ്രയാസവാ. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്പെടുന്ന ഒരു നന്മ പറഞ്ഞു തരാം. എന്തായാലും ഉറക്കമൊഴിച്ചിട്ട് ഇവിടെ വരെ വന്നതല്ലേ, അൽഹംദുലില്ലാഹ് നമുക്കും ഒരു മത്സരം നടത്താം. അള്ളാഹു വിജയിക്കുന്നവരെ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു വിജയിക്കുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. നമുക്ക് ഒരു മത്സരം നടത്താം. ഈ മത്സരം പറഞ്ഞു തരുന്നതാരാ? മഹാനായ സയ്യിദുന, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകള് മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ പൊന്നുമോൾ, ആ ഫാത്തിമ ബീവി നമുക്കൊരു നന്മ പറഞ്ഞു തരികയാ. ഒരിക്കൽ പടച്ചവനെ അലിയാർ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മരുമകനാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഫാത്തിമയുടെ മുഖത്തൊരു സങ്കടം കാണുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തൊരു സങ്കടം കാണുകയാണ്. അലിയാർ തങ്ങൾ ചോദിച്ചു, എന്തേ ഫാത്തിമ? ഒന്നുമില്ല അലിയേ, ഒന്നുമില്ല അലിയേ. തന്റെ ഭർത്താവിനെ സങ്കടപ്പെടുത്താൻ ആ ഭാര്യ തയ്യാറായില്ല. പടച്ചവനെ, അലിയാർ തങ്ങൾ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു, എന്തേ സങ്കടമെന്ത്? ഫാത്തിമ മിണ്ടുന്നില്ല. അലിയാർ തങ്ങൾ കയ്യിൽ കയറി പിടിക്കുകയാണ്. ഫാത്തിമയുടെ കയ്യിൽ പിടിച്ചപ്പോ ഫാത്തിമ കൈവലിക്കുകയാ. കരഞ്ഞുകൊണ്ട് അവിടങ്ങ് കൈവലിക്കുകയാണ്. അലിയാർ തങ്ങൾ ഫാത്തിമയുടെ കൈ നോക്കുമ്പോ, പെങ്ങളെ വീട്ടിലെ ജോലി ചെയ്തിട്ട് കൈ പൊട്ടിയിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നാര മകള് കല്ല് പിടിച്ചിട്ട് കൈ പൊട്ടിയിരിക്കുകയാണ്. ഫാത്തിമയുടെ ജോലി എന്തെന്നറിയോ? അലിയാർ തങ്ങൾ ഗോതമ്പ് കൊണ്ടുവന്ന് ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കും. അന്ന് മിക്സിയില്ലല്ലോ, ഗ്രൈൻഡറില്ലല്ലോ. ഫാത്തിമ എന്ന ഭാര്യ കല്ലിനകത്തിട്ടിട്ട് ഗോതമ്പ് കൈകൊണ്ട് പൊടിക്കുകയാണ്, കല്ലുകൊണ്ട് പൊടിക്കുകയാണ്. പടച്ചവനെ, പൊടിച്ചിട്ട് മാവ് തന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കും. അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ കുടുംബം ജീവിച്ചിരുന്നത്. ആ കല്ല് പിടിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ കൈ പൊട്ടിയിരിക്കുന്നത്. അലിയാർ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. രണ്ടുപേരും കിടക്കുകയാണ്, ഭാര്യയും ഭർത്താവും കിടക്കുകയാണ്. ഉറക്കം വരുന്നില്ല, രണ്ടുപേർക്കും ഉറക്കം വരുന്നില്ല. അലിയാർ തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ, നിന്റെ സങ്കടം മാറാൻ, നിന്റെ പ്രയാസം മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ഫാത്തിമ. തന്റെ ഭാര്യയുടെ കഷ്ടപ്പാട് കണ്ടിട്ട്, പെങ്ങളെ നിനക്കൊന്നും ഇത് തിരിയില്ല പെങ്ങളെ. നീ ഇന്ന് വീടിന്റെ അകത്ത് ചെറിയ ഒരു പണിയെടുത്താലും പരാതിയാ, മിറ്റം തൂത്താ പരാതിയാ, മെഷീനകത്ത് കിടന്ന് വാഷിംഗ് മെഷീന്റെ അകത്ത് കിടക്കുന്ന
കിടക്കുന്ന തുണിയെടുത്ത് വിരിച്ചിട്ടാലും നിനക്ക് പരാതിയാ. ചോറ് വെച്ചാലും കറി വെച്ചാലും വല്ലാത്ത കഷ്ടപ്പാടാണെന്ന് പറയുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുടെ ജീവിതം അറിയുമോ? ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കള്, 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. രണ്ടുപേരും 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. പടച്ചവനെ, തൊട്ടിലിന്റെ സൈഡിൽ ഒരു കയറ് കെട്ടിയിട്ടിരിക്കുകയാണ്. മറുഭാഗം ഫാത്തിമയുടെ കാലിലാണ്. മക്കള് കരയുമ്പോ കാലുകൊണ്ടാണ് ഫാത്തിമ ആട്ടിയുറക്കുന്നത്. അത്രത്തോളം കഷ്ടപ്പാടാണ്. ആ ഫാത്തിമയോടാണ് ഭർത്താവ് പറയുന്നത്, നിന്റെ പ്രശ്നം തീരാ ഞാനൊരു പരിഹാരം പറഞ്ഞു തരാം. എന്താണ് പരിഹാരമെന്നറിയോ ഫാത്തിമ? നാളെ നീ നിന്റെ വാപ്പയെ കാണാൻ പോകണം ഫാത്തിമ. ഭർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, നീ വാപ്പാനെ കാണാൻ പോകണം. അല്ലാഹുവിന്റെ റസൂലിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. നിന്റെ ഉപ്പയ്ക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് നിന്റെ വാപ്പയുടെ അടുക്കൽ ചെന്നിട്ട് നിന്റെ സങ്കടം പറ, നിന്റെ കഷ്ടപ്പാട് പറ, നിന്റെ പ്രയാസങ്ങൾ പറ. വാപ്പാടെ കയ്യിലാണെങ്കിൽ ഒരുപാട് അടിമകളുണ്ട്. വാപ്പാ, എനിക്കൊരടിമയെ വേണം വാപ്പാ എന്ന് നീ നിന്റെ ഉപ്പാനോട് ചോദിച്ചാൽ എന്തായാലും നബി തങ്ങളെ തരും ഫാത്തിമ. നിനക്കൊരടിമയെ തരും ഫാത്തിമ. നിന്റെ പ്രയാസങ്ങൾ മാറുമല്ലോ, ഈ ജോലികളൊക്കെ ചെയ്യാ സഹായമാകുമല്ലോ. അതുകൊണ്ട് നിന്റെ വാപ്പയോട് ചെന്നൊരടിമയെ ചോദിക്ക്. ഫാത്തിമ ചിന്തിച്ചു, ശരിയാണല്ലോ, വാപ്പാടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ, ഒരാളെ കിട്ടിയാൽ എന്റെ പ്രശ്നം തീരുമല്ലോ. സമാധാനത്തോടെ ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്തു, വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനോട് അനുവാദം ചോദിച്ചിട്ട് വാപ്പാനെ കാണാൻ പോവുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോ വല്ലാത്ത സന്തോഷമാണല്ലോ. പടച്ചവനെ, ഫാത്തിമ എന്ന പൊന്നുമോള് സ്വന്തം വീട്ടിലേക്ക് ഉപ്പാനെ കാണാൻ പോകുകയാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂല് വീട്ടിലില്ല, നബി തങ്ങള് വീട്ടിലില്ല. ഫാത്തിമയ്ക്ക് സങ്കടമായി. വാപ്പയെ കാണാതെ വന്നപ്പോ സങ്കടമായി. ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഫാത്തിമ സങ്കടം മുഴുവനും പറയുകയാണ്. കൈ കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടോ വാപ്പാ, എന്റെ കൈ കണ്ടോ ഉമ്മ? പടച്ചവനെ, വീട്ടിലെ ജോലിയെ കുറിച്ച് പറയുകയാണ്, സങ്കടങ്ങൾ പറയുകയാണ്. എനിക്കൊരടിമയെ വേണം, എനിക്കൊരു ജോലിക്കാരനെ വേണം. ഉമ്മ, നിങ്ങൾ ഉപ്പാനോട് പറഞ്ഞിട്ട് എനിക്ക് വാങ്ങിത്തരണം. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോള് വീട്ടിൽ ചെന്നിട്ട് ഉമ്മയോട് പരാതി പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ഉമ്മ എന്ന് പറഞ്ഞാൽ അതാണ് മക്കളെ സങ്കടം പറയുമ്പോൾ, മക്കള് പരാതി പറയുമ്പോ ആയിഷ ബീവി പറഞ്ഞു, ഉപ്പ വരുമ്പോ ഞാൻ പറയാം, അടിമയെ വാങ്ങിത്തരാ, സമാധാനിപ്പിക്കുകയാണ്. നീ സമാധാനത്തോടെ പോ ഫാത്തിമ. ഫാത്തിമ ബീവിയെ പറഞ്ഞു വിടുകയാണ്. അന്ന് രാത്രിയിലാണ് നബിതങ്ങൾ വരുന്നത്. ഒരുപാട് താമസിച്ചിട്ടാണ് നബിതങ്ങൾ വന്നത്. അല്ലാഹുവിന്റെ റസൂല് വീടിന്റെ അകത്ത് കയറി വസ്ത്രം ഊരിയിട്ടിട്ട് നബിതങ്ങൾ കിടക്കാൻ പോകുമ്പോ ആയിഷ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ നബിയേ, പൊന്നുമോള് വന്നിരുന്നു നബിയേ. ഫാത്തിമ വല്ലാത്ത സങ്കടത്തിലാ നബിയേ, കരഞ്ഞുകൊണ്ടാണ് വന്നത്. ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുന്നു നബിയേ. ഒരടിമയെ ചോദിച്ചു നബിയേ, ഒരു ജോലിക്കാരനെ ചോദിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമയുടെ സങ്കടം പറയുമ്പോ റസൂലുള്ളാഹി ചാടി എഴുന്നേൽക്കുകയാണ്, വസ്ത്രമെടുത്ത് ധരിക്കുകയാണ്. എവിടെ പോകുന്നു നബിയേ, എവിടെ പോകുന്നു നബിയേ? എനിക്ക് എന്റെ പൊന്നുമോളെ കാണണം,
കാണണം, എനിക്ക് എന്റെ ഫാത്തിമയെ കാണണം. നബിയെ ഉറങ്ങിയിട്ടുണ്ടാകും നബിയെ, പാതിരാത്രിയായി നബിയെ. റസൂലുള്ള പറഞ്ഞു ഇല്ല, എനിക്ക് എന്റെ പൊന്നുമോളെ കാണണം. ആ രാത്രിയിൽ ഇറങ്ങുകയാണ്, ആ രാത്രിയിൽ പോവുകയാണ്. ഫാത്തിമയുടെ വീടിന്റെ മുമ്പിൽ ചെന്ന് സലാം പറയുകയാണ്. നബി തങ്ങൾ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അലിയാർ തങ്ങൾ കിടക്കുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേൽക്കുകയാണ്. ഇരിക്കൂ ഫാത്തിമ. തന്റെ മകളെയും മരുമകനെയും പിടിച്ച് ഇരുത്തുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമയുടെ കൈ പിടിക്കുകയാണ്. തന്റെ കരളിന്റെ കഷ്ടമായ സ്വർഗത്തിന്റെ റാണിയായ ഫാത്തിമ എന്ന പ്രിയപ്പെട്ട പൊന്നാര മകളുടെ കൈ ഇങ്ങനെ പിടിച്ചു നോക്കുകയാണ്. തന്റെ പൊന്നുമകളുടെ കൈ പൊട്ടിയിരിക്കുകയാണ്. പെങ്ങളെ, വാപ്പാന്ന് പറഞ്ഞാൽ ആരെന്നറിയോ, ഉപ്പാന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? ഉപ്പയ്ക്കൊരു യോഗ്യതയുണ്ടോ? ഉപ്പ എടുത്തു ചാടാൻ പാടില്ല, ഉപ്പ വാശി കാണിക്കാൻ പാടില്ല. ഉപ്പ ബോധമുള്ളവനായിരിക്കണം. ഒരു പെൺകുട്ടിയുടെ പിതാവാണെന്നുള്ള ബോധം വേണം. ഒരു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പടച്ചവനെ, ഭർത്താവിന്റെ വീട്ടിൽ ഒരുപാട് പ്രയാസങ്ങൾ കാണാം. നിന്റെ വീട് പോലെ കോടീശ്വരനാകണമെന്നില്ല, കൊട്ടാരം ഉണ്ടാകണമെന്നില്ല, AC റൂം ഉണ്ടാകണമെന്നില്ല, മന്തിയും മഹതിയും നഗതിയും വാങ്ങിത്തരാ കഴിവുള്ളവനാകണമെന്നില്ല. അവിടുത്തെ സങ്കടങ്ങളും പരാതികളും പറയുമ്പോ പെങ്ങളെ, നീയല്ലേ ഉപദേശിക്കേണ്ടത്, നീയല്ലേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, പൊന്നുമോൾക്ക് തിരുത്തി കൊടുക്കേണ്ടത് നീയല്ലേ. വാപ്പാ വാശി കാണിക്കരുത്. പഠിച്ചവനെ, സ്വന്തം മക്കളുടെ ജീവിതം തുലയ്ക്കുന്നത് മാതാപിതാക്കളാ. പെണ്ണിനെക്കാളും വാശി പെണ്ണിന്റെ ഉമ്മയ്ക്കാ, പയ്യനെക്കാളും വാശി പെണ്ണിന്റെ വാപ്പയ്ക്കാ. പയ്യന്റെ ഉമ്മയ്ക്കാട് വാശിയാടോ ഈഗോയാടോ ഒന്ന് താഴ്ന്നു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. പഠിച്ചവനെ, മക്കളുടെ ജീവിതം തുലയ്ക്കുകയാണ്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ ഒരു വാപ്പയും തന്റെ പൊന്നുമക്കളെ സ്നേഹിച്ചിട്ടില്ല. ആ പ്രവാചകനെ പൊന്നാര മകളുടെ കൈ പിടിച്ചു നോക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ കരഞ്ഞില്ല, പൊന്നുമോളെ വിളിച്ചിറക്കി കൊണ്ടുവന്നില്ല. നബി തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ മോളെ, ഫാത്തിമ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നബിതങ്ങൾ തന്റെ പൊന്നാര മകളുടെ കൈ പിടിച്ച് നോക്കിയപ്പോ കൈ മുഴുവനും പൊട്ടിയിരിക്കുന്നു. വാ മോളെ ഫാത്തിമ, എല്ലാം വാരി കെട്ടിക്കോ, ഇന്നത്തോടുകൂടി ഇവിടുത്തെ ജീവിതമൊക്കെ നിർത്തി വാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമാനെ പിടിച്ചിരുത്തിയിട്ട് ചോദിച്ചു, ഫാത്തിമ, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത അള്ളാഹ് നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്. നബിതങ്ങൾ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു പൊന്നുമോളോട്, ഭർത്താവിന് ഭക്ഷണം വെക്കുന്ന ഒരു പെണ്ണിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം നിനക്കറിയോ? നബിതങ്ങൾ പ്രതിഫലം പറഞ്ഞു കൊടുത്തു പൊന്നുമോക്ക്. വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ, ഭക്ഷണം വെക്കുമ്പോൾ, വീട്ടുജോലി ചെയ്യുമ്പോൾ, മക്കളെ നോക്കുമ്പോൾ, വസ്ത്രം കഴുകുമ്പോൾ, എന്ത് ചെയ്താലും അള്ളാഹു തരുന്ന പ്രതിഫലം. അതാ നിങ്ങൾ പഠിക്കേണ്ടേ, അതാ ഉമ്മ പറഞ്ഞു കൊടുക്കേണ്ടത്. സ്വന്തം മകള് വീട്ടിൽ വന്ന് ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ച് സങ്കടം പറയുമ്പോ നീ നിന്റെ പഴയ കഥയെന്ന് പറഞ്ഞു കൊടുത്താ പോരെ? നിനക്ക് വാശി, നിനക്കൊന്ന് താഴാൻ വയ്യ, ഇത്തിരി പണവും കൂടിയപ്പോ അഹങ്കാരം. സ്വന്തം മക്കളുടെ ജീവിതം തൊലഞ്ഞാലും കുഴപ്പമില്ല. പെണ്ണിന്റെ വീട്ടിലാണെങ്കിൽ പടച്ചവനെ, ഭർത്താവിന്റെ വീട്ടിൽ സ്വന്തം മകൻ മരിച്ചാലും കുഴപ്പമില്ല, മരുമോള് കരയണം, അത്രേ ഉള്ളൂ ഉമ്മായിക്ക്. അങ്ങനെ ചെല്ലുന്നുണ്ട്. സ്വന്തം മകൻ മരിച്ചു പോയാലും കുഴപ്പമില്ല, തന്റെ പ്രിയപ്പെട്ട മരുമകളിൽ നിന്ന് കരയുന്നത് കാണണം. ഇങ്ങനെ ചിന്തിക്കുന്ന മാതാപിതാക്കൾ. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നാര മകൾക്ക് ഉപദേശം കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഫാത്തിമ, വീട്ടിൽ വന്നിട്ട് ഒരു അടിമയെ വേണോന്ന് നീ പറഞ്ഞല്ലോ. വീട്ടിൽ വന്നിട്ട് നിനക്ക് വേലക്കാരനായി, ജോലിക്കാരനായി ഒരാളെ വേണമെന്ന് നീ വീട്ടിൽ വന്ന് പറഞ്ഞല്ലോ ഫാത്തിമ. നബിതങ്ങൾ ചോദിച്ചു, നിനക്ക് വീട്ടുജോലി ചെയ്യാൻ നിനക്കൊരു അടിമയെ വേണോ, അതോ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? അതാ ചോദ്യം. നല്ല ചൂടുണ്ടല്ലോ സഫീറ, ഫാനില്ല, ബോറടിക്കണുണ്ടോ? ബോറടിക്കണുണ്ടോ? കാരണം ഇതിനകത്ത് വഴുത് പറയാൻ കഴിയില്ലല്ലോ. ഇതിങ്ങനെ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നു. ഇതിനകത്ത് ഇത്രയൊക്കെ കഴിയത്തുള്ളൂ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് നന്മ പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊന്നുമോളോട് ചോദിച്ചു, നിനക്ക് വീട്ടു ജോലി ചെയ്യാൻ സഹായിക്കാൻ ഒരാളെ വേണോ, അതോ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? ആ വാപ്പാടെ അല്ലേ മോള്?
ആ ഉപ്പാന്റെ അല്ലേ മോള്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് പറയുന്നു, വാപ്പാ എനിക്ക് വീട്ടുജോലിക്കാളയല്ല വേണ്ടത്, അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മയെന്താ വാപ്പാ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഞാനൊരു നന്മ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഈ 3 ദിക്ർ പറയണേ ഫാത്തിമ. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഈ ദിക്ർ പറയണേ ഫാത്തിമ, ഈ ദിക്ർ പറയണേ ഫാത്തിമ. ഇത് അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ നന്മ കിട്ടുന്ന കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിങ്ങളെ നിസാരമായി കാണണ്ട. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നിസാരമാക്കണ്ട. നിനക്കതിന്റെ പ്രതിഫലം അറിയാനിട്ടാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ 29 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. 29 വയസ്സിലാണ് ഫാത്തിമ ലോകത്തോട് വിട പറയുന്നത്. മരിക്കുന്നത് വരെ മുടക്കിയില്ല പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് പോയതിനു ശേഷം ഫാത്തിമ മരിക്കുന്ന ദിവസം വരെ മുടങ്ങാതെ ചെയ്തിരുന്നു. അലിയാര് തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. ഞാനും മുടക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തന്നത്ത അന്ന് രാത്രി മുതൽ ഇന്ന് വരെ എന്റെ ഭാര്യ ഫാത്തിമ മുടക്കിയിട്ടില്ല, ഞാനും മുടക്കിയിട്ടില്ല, മരിക്കുന്നത് വരെ മുടക്കുകയുമില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ ചെയ്തു, അലിയാരിതങ്ങൾ ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, ഇതൊരു നന്മയല്ലേ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. പടച്ചവനെ, നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു നന്മ, ഫാത്തിമ ബീവി ചെയ്ത നന്മ, അലിയാര് തങ്ങൾ ചെയ്ത നന്മ, ഇൻഷാ അല്ലാഹ് ഞാനും ചെയ്യും ഉസ്താദ്. ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ 3 ദിക്ർ പറഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങൂ. അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ ബീവിയും അലിയാര് തങ്ങളും മരിക്കുന്നത് വരെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ 3 ദിക്ർ പറഞ്ഞിട്ടേ കിടന്നുറങ്ങുമായിരുന്നുള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏതാ 3 ദിക്ർ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി, നാളെ നിങ്ങളുടെ ഇഷ്ടം, നാളെ ചെയ്യുന്നതും ചെയ്യാത്തതും നിങ്ങളുടെ ഇഷ്ടം. ഉസ്താദ് ഇന്നത്തെ രാത്രി ഈ വഅദ് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോ ഈ ദിക്ർ പറഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങും, നിയ്യത്ത് ചെയ്യും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ മാത്രം ഒന്ന് കൈപൊക്കിക്കുക. ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ ഈ ദിക്ർ പറയാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊന്ന് കൈപൊക്കിക്കുക. അർഹമുറഹീമായ റബ്ബേ, ആരെല്ലാം ഈ മജ്ലിസിൽ ഇരുന്ന് കൈപൊക്കിയിട്ടുണ്ടോ, ഈ കൈ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും നീട്ടി പിരിവെടുക്കേണ്ട അവസ്ഥ വരുത്തല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, മക്കത്ത് ചെന്നിട്ട് ഈ ഉയർത്തിയ കൈ കൊണ്ട് വയറ് നിറച്ച സംസം വെള്ളം പടച്ചവനെ എടുത്തു കുടിക്കാനുള്ള ഭാഗ്യം ഈ കൈപൊക്കിയവർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ കൈ കൊണ്ട് തന്നെ വാങ്ങാൻ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ആരെല്ലാം ഈ മജ്ലിസിൽ ഇരുന്ന് കൈപൊക്കിയോ പടച്ചവനെ, നീ അവർക്ക് വെള്ളിയാഴ്ച ദിവസം മരിക്കാൻ ഈമാനോടുകൂടിയുള്ള മരണം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കൈപൊക്കാത്തവനെ നീ കാത്തുകൊള്ളണേ പടച്ചവനെ. ആ കൈപൊക്കാത്തവനെ ഞാൻ 1,00,000 രൂപയൊന്നും ചോദിച്ചില്ല. ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ മനസ്സില്ലാത്തവനെ കുറിച്ച് ഞാൻ എന്തു പറയാനാ? അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ഒന്നുകൂടെ കൈപൊക്കിക്കേ, ഒന്നുകൂടെ കൈപൊക്കിക്കേ. ഇപ്പൊ പൊങ്ങിയത് കണ്ടോ?
ഇപ്പൊ കൈപൊങ്ങിയത് കണ്ടോ? അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ തീരുമാനമെടുത്തു, എല്ലാരും കൈപൊക്കി, എല്ലാരും തീരുമാനിച്ചു. പക്ഷെ എല്ലാവർക്കും ഇന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ വീട്ടിൽ പോയി നോക്കിക്കോ. ഇവിടെ നിന്ന് ഓടിച്ചെന്ന ഉടനെ 11 മണിയായി, അല്ലോ താമസിച്ചു, റബ്ബേ ചാടി കേറി പോത്ത് കിടന്ന ഒറ്റ ഉറക്കം. എന്നാ ഇന്ന് താമസം വീട്ടിൽ ചെന്നു, എല്ലാം കഴിഞ്ഞ് അവസാനം ബെഡ്റൂമിൽ വന്ന് കിടപ്പറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാ ഓർമ്മ വരുന്നു, പടച്ചവനെ ഒരു നിയ്യത്ത് ചെയ്തതാണല്ലോ അല്ലാഹ്, ഒരു സുബ്ഹാനല്ലാഹ് അല്ലേ, ഒരു അൽഹംദുലില്ലാഹ് അല്ലേ, ഒരു അല്ലാഹു അക്ബർ അല്ലേ, ഇത് നബിതങ്ങൾ പറഞ്ഞു കൊടുത്തതല്ലേ, ഫാത്തിമ ബീവി ചെയ്തതല്ലേ, എനിക്കും ഒന്ന് ചെയ്യണോ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കൊണ്ട് ഈ നന്മ ചെയ്യിപ്പിച്ച നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവേ, ഈ കൈ ഉയർത്തിയവർക്ക് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചോനെ. അത് സാധാരണ ഒരു ദിക്റല്ല, അത് സാധാരണ ഒരു ദിക്റല്ല. നബിതങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് ചെന്നിട്ട് പരാതി പറഞ്ഞു, നബിയെ, സമ്പന്നന്മാര് മുഴുവനും പ്രതിഫലങ്ങൾ മുഴുവനും കൊണ്ടുപോകുന്നു, ഞങ്ങൾ പാവങ്ങളാ, അവര് ഹജ്ജിന് പോകുന്നു, ഉംറയ്ക്ക് പോകുന്നു, സക്കാത്ത് കൊടുക്കുന്നു, സദഖ കൊടുക്കുന്നു, ഞങ്ങൾ എന്നാ പോയിട്ടൊന്ന് മക്ക കാണുക, ഒന്ന് കഅബ കാണാൻ പറ്റുന്ന എങ്ങനാ? അപ്പൊ നബിതങ്ങളോട് സങ്കടം പറഞ്ഞപ്പോ നബിതങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങൾക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന നന്മ എന്താ? എടോ, നിസ്കാരം കഴിഞ്ഞിട്ട്, ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ 3 ദിക്ർ പറയുന്നവന് ഹജ്ജിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിസ്കാരം, ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ, ഈ ദിക്ർ പറയുന്നവന് ഹജ്ജിന്റെ കൂലി. ഒരു ദിവസം 5 ഹജ്ജ് ചെയ്യാം, ഒരു ദിവസം 5 ഹജ്ജിന്റെ കൂലി നേടിയെടുക്കാൻ കഴിയും. അതാ ഈ ദിക്ർ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എടോ, നമ്മുടെ മുമ്പിൽ ഒരു നല്ല കാര്യം പറഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണം. നല്ലത് ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ അവരുടെ കൂടെ കൂടണം. 6 വർഷക്കാലമായിട്ട് അൽഹംദുലില്ലാഹ് ഈ കൂട്ടായ്മ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. അൽഹംദുലില്ലാഹ് ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കട്ടിൽ കിടക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഇപ്പൊ വീൽചെയർ, ഇതുപോലെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ. അത് മാത്രമല്ല, ഓരോ മാസവും പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി പടച്ചവൻ അവരൊരു നിശ്ചിത പൈസ പാവങ്ങൾക്ക് കൊടുക്കുന്നു മരുന്ന് വാങ്ങാൻ. ഇതുപോലെയുള്ള നല്ല നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളത് കണ്ടില്ല എന്ന് നടിക്കരുത്. നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയുക, ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ള പടച്ചുറപ്പ് നമ്മളോട് കരുണ കാണിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പാവങ്ങളെ മറന്നു പോകരുത്, യതീമീങ്ങളെ മറന്നു പോകരുത്. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്നവന് പടച്ചവനെ, വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹ ജീവിതം സ്വപ്നം കൊണ്ട് കഴിയുന്ന ഒരുപാട് പെങ്ങന്മാരുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണമടോ. പക്ഷേ സദക്കയുടെ കാര്യം മാത്രം പറയല്ലേ ഉസ്താദ്. പടച്ചവരെ, സദക്കയുടെ കാര്യം പറയുമ്പോ നമ്മൾ നമ്മുടെ സങ്കടം പറയുകയാ. ഏറ്റവും വലിയ കഷ്ടപ്പാട് പിരിക്കാൻ പോലെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സമ്പന്നനായ ഒരാളെ പള്ളിമണിക്ക് വേണ്ടിയോ പാവങ്ങൾക്ക് വേണ്ടിയോ നല്ല മദ്രസകൾക്കോ യതീംഖാനകൾക്ക് വേണ്ടിയോ പിരിവിന് പോകുമ്പോ ഇത്തിരി പൈസ പോക്കറ്റ് കൈ വെച്ചിട്ട് പോകണം. കാരണം എന്തേ? ഓന്റെ സങ്കടം കേൾക്കുമ്പോ അങ്ങോട്ട് കൊടുക്കാൻ. നമ്മൾ അവന്റെ വീട്ടിൽ പിരിവിന് പോകുമ്പോ ഓന്റെ സങ്കടമാ പറയുന്നേ. ചങ്ങാതി, നിന്റെ സങ്കടമൊന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. എടാ, പള്ളി കെട്ടണം, വല്ലതും ഉണ്ടെങ്കിൽ താ. പാവങ്ങളെ സഹായിക്കണം, ഉണ്ടെങ്കിൽ വല്ലതെന്താ ഉണ്ടെങ്കിൽ ഉസ്താദ് എന്റെ കയ്യിൽ ഇതേ ഉള്ളു, തന്നാ പോരെ. നീ ഇരുന്നിട്ട് എന്തിനാ നിന്റെ കഥ പറയുന്നേ? നീ ഇരുന്നിട്ട് പടച്ചവനെ, കൊറോണയ്ക്ക് ശേഷം ബുദ്ധിമുട്ടാ ഉസ്താദ്, ഇപ്പൊ യുദ്ധമാ ഉസ്താദ്. പിന്നെ യുദ്ധം വന്നപ്പോൾ നിനക്കെന്ത് പറ്റി? ഇവിടെ നമ്മൾ സദക്കയുടെ കാര്യം പറയുമ്പോ, ഒരു നല്ല കാര്യം പറയുമ്പോ ഉസ്താദ് റമദാനിലെല്ലാം കൊടുത്ത് തീർന്നു ഉസ്താദ്. എപ്പോഴും ഇത് തന്നെയല്ലേ വീട്ടിൽ ഇങ്ങനെ ആള് വരിക? ഇതാ നമ്മൾ പറയാ, ഞാൻ അവിടെ പള്ളി കെട്ടി കൊടുത്തു, അവിടെ പാപങ്ങൾ കൊടുത്തു, അവിടെ സഹായിച്ചു, ഇവിടെ കൊടുത്തു. ഇതാ നമ്മൾ പറയാ. ഇവിടെ ഒരു നല്ല കാര്യം ചെയ്യാൻ മനസ്സ്, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞ സഹോദര, കൊടുക്കാനുള്ള മനസ്സ് നീ ഉണ്ടാകുക. എന്തിനാ നീ നിന്റെ പരാതി പറയുന്നത്? നിന്റെ കയ്യിലുള്ളത് കൊടുക്ക. നമ്മൾ വന്നവര് പറഞ്ഞു 50 ലക്ഷം തരണമെന്ന്.
നിന്റെ കയ്യിൽ എന്താണോ ഉള്ളത് കൊടുക്ക്. അതൊരു നന്മയല്ലേ? അതുകൊണ്ട് ഒരിക്കലും നിനക്ക് കുറവ് വരുന്നില്ലല്ലോ. ഈ സദക്ക കൊടുത്തു എന്നതിന്റെ പേരിൽ, സക്കാത്ത് കൊടുത്തു എന്നതിന്റെ പേരിൽ, പാവപ്പെട്ടവരെ സഹായിച്ചു എന്നതിന്റെ പേരിൽ ഒരാൾക്കും ഇന്നുവരെ ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല. അതെന്താ മനസ്സിലാക്കാത്തത്? അള്ളാഹു ഒരാൾക്ക്, നമ്മൾ ഒരാൾക്ക് കൊടുക്കും തോറും അള്ളാഹു വർദ്ധിപ്പിച്ചു തരികയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളൊരു പാപത്തിനെ സഹായിച്ചു നോക്ക്. ആ സഹായിക്കുന്നതിനനുസരിച്ച് അള്ളാഹു നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധിയാ തരാ. ഒരിക്കലും കുറഞ്ഞു പോകില്ല, ഒരിക്കലും നിനക്ക് നഷ്ടമുണ്ടാകില്ല. നീ കൊടുക്കും തോറും അള്ളാഹു നിനക്ക് വർദ്ധിപ്പിച്ചു തരും. അതാ സദക്ക. അതാണ് സദക്ക എന്ന് പറയുന്നത്. ചിലർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത് വാരി കോരി കൊടുക്കുന്നു. എന്തുകൊണ്ട്? അവർ കൊടുക്കും തോറും അള്ളാഹു കൊടുത്തുകൊണ്ടേയിരിക്കും. നിന്റെ വീട്ടിലൊരു കിണറുണ്ട്, നീ ഒരു വർഷം ആ കിണറിൽ നിന്ന് വെള്ളം കോരാതെ അടച്ചിട്ട് നോക്കിക്കേ, വെള്ളം വർദ്ധിക്കുകയില്ല. ഒരിക്കലും വെള്ളം വർദ്ധിക്കുകയില്ല. പക്ഷെ നീ കോരുന്നതിനനുസരിച്ച് അള്ളാഹു നിനക്ക് വർദ്ധിപ്പിച്ചു തരും. അതാ സദക്ക.